ഇനി മറ്റൊരു വാർത്തയിലേക്ക്. പാലക്കാട് കഞ്ചിക്കോട് വീട്ടുമുറ്റത്ത് ഒരു കാട്ടാനെ കണ്ടു. കഞ്ചിക്കോട് വല്ലടി ഗീതാനന്ദന്റെ വീട്ടുമുറ്റത്താണ് കാട്ടാന എത്തിയത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. ഏറെ നേരം ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ച കാട്ടാനയെ വനംവകുപ്പ് എത്തി കാട്ടിലേക്ക് തന്നെ തുരത്തിവിട്ടു. അതിൻ്റെ ദൃശ്യങ്ങൾ വളരെ വളരെ രസകരമായ ദൃശ്യങ്ങളാണ്. മുറ്റത്ത് ഉലാത്തുന്ന ആന കണ്ടുള്ളൂ. ശ്രീജിത്ത്, ഈ ആന കുറച്ചു നേരം അവിടെ നിന്നോ? ടെലിഫോണിലാണ് ശ്രീജിത്ത് ഉള്ളത്, പാലക്കാട് നിന്ന്. പറയൂ. ആന ഏറെ നേരം ഈ മേഖലയിൽ തുടർന്നു. സ്ഥിരമായി പുലർച്ചെ അല്ലെങ്കിൽ രാത്രി അർദ്ധരാത്രി ഒക്കെ ഈ മേഖലയിലേക്ക് സ്ഥിരം കാട്ടാൻ ഇറങ്ങുന്ന മേഖലയാണ് കഞ്ചിക്കോട് വല്ലടി മേഖലയൊക്കെ. ആ പ്രദേശം എന്തായാലും നമ്മൾ പലതവണ നമ്മൾ നേരിട്ട് നമ്മുടെ ഓൺ ക്യാമറയിൽ തന്നെ ആ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ആന രാവിലെ പുലർച്ചയോടുകൂടി അവിടെ എത്തുന്നു. നായ കുരയ്ക്കുന്നത് കണ്ടാണ് വീട്ടുകാർ പെട്ടെന്ന് എഴുന്നേറ്റ് വാതിലെല്ലാം തുറന്നു നോക്കിയത്. അപ്പോൾ വീട്ടുമുറ്റത്ത് തുമ്പിക്കൈയൊക്കെ ഉയർത്തി നിൽക്കുന്ന ആനയാണ് കണ്ടത്. നായ ഏറെ നേരം കുരച്ചു. അപ്പോഴും ഈ കാട്ടാന പിന്തിരിഞ്ഞു പോകാൻ തയ്യാറായില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. ഏറെ നേരം ബഹളം വെച്ചു, ഒച്ച വെച്ചു. പിന്നീട് വനപാലകർ കാര്യമായ രീതിയിൽ എത്തിയതിനു ശേഷമാണ് ഇവിടെ നിന്ന് മാറിപ്പോയത് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും വനപാലകർ ഈ താൽക്കാലികമായി കാട് കയറ്റിയിട്ടുണ്ട്. പക്ഷേ ഇതൊരു സ്ഥിരം പരിപാടിയാണ്. രാത്രിയാകുമ്പോൾ ഈ കാട്ടാന കൂട്ടം, അത് 10-15 കൂട്ടം ഈ കഞ്ചിക്കോട് മലമ്പുഴ മേഖലയിൽ തുടരുകയാണ്. അത് രാത്രിയാകുമ്പോൾ വളരെ കൃത്യമായ രീതിയിൽ ഇങ്ങോട്ട് ജനവാസ മേഖലയിലേക്ക് വരുന്നു. അതിനുശേഷം പിന്നീട് പുലർച്ചയോടുകൂടി വീണ്ടും കാട് കയറി പോകുന്നു. അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, കൃഷി നശിപ്പിക്കുന്ന ആക്ഷേപമുണ്ട്. വനപാലകരാകട്ടെ ഇവരെ പടക്കം പൊട്ടിച്ച് ഓടിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യുന്നില്ല എന്നൊരു ആക്ഷേപമാണ് നാട്ടുകാർക്കുള്ളത്. അടിയന്തര പരിഹാരം വേണമെന്ന് വനമന്ത്രിയോടാണ് ഈ നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. താങ്ക് യു. ശ്രീജിത്ത് ശ്രീകുമാരനാണ് പാലക്കാട് വിവരങ്ങൾ നൽകിയത്. വീട്ടുമുറ്റത്തൊക്കെ നമ്മൾ ഉറക്കത്തിൽ വാതിൽ തുറന്നു നോക്കുമ്പം അല്ലെ ജനാല തുറന്നു നോക്കുമ്പോൾ പുറത്ത് ആന നിന്ന് മേയാൻ നിന്നാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ആലോചിച്ച് നോക്കാവുന്നേ ഉള്ളൂ.